പിള്ളേർക്ക് കൊടുത്തേക്ക് നമ്മളെ വിട്ട് പറഞ്ഞു വടക്കളം ഒരു മിനിറ്റ്, ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മുടെ ഹൈവെക്സിന്റെ ടീഷർട്ട് അപ് ടു 70% ഡിസ്കൗണ്ടാണ് നമ്മളിപ്പോ സെയിൽ ചെയ്യണത്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയക്കുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. Hey guys, welcome back to Video. അപ്പൊ ഇന്നത്തെ ചലഞ്ച് ട്രാൻസ്ലേറ്റ് ദ മൂവി ടൈറ്റിൽ ഫുഡ് ചലഞ്ച്. ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രാൻസ്ലേറ്റ് ദ മൂവി ടൈറ്റിൽ ഫുഡ് ചലഞ്ച് ആണ് ഗൈസ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളം പേര് എന്ന് വെച്ചാൽ ചലച്ചിത്രത്തിന്റെ മലയാളം പേര് ചലച്ചിത്രം മൂവിയുടെ മലയാളം പേര് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ ട്രാൻസ്ലേറ്റ് ചെയ്ത വേർഡ്സ് അല്ലെങ്കിൽ ആ സെന്റൻസ് നമ്മൾ കാണിച്ചു തരും. അപ്പോൾ അത് നമ്മൾ നേരെ മലയാളം പടം ഏതാണെന്നുള്ളത് നമ്മൾ പറയണം. ഈ മലയാളം പടം ഇംഗ്ലീഷിലേക്ക് കാണിച്ചിരിക്കുന്നത് അത് മലയാളത്തിലൂടെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് സോ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ ഈ ചലഞ്ചില് ടീമായിട്ടാണ് കളിക്കാൻ പോകുന്നത്. ബ്രോ എന്താ ആലോചിക്കുന്നു അത് ആലോചിക്കുന്നു കൈവക്കുന്നു കളി പറ്റും. ഞാനൊരു കാര്യം പറയട്ടെ, CBSE സ്റ്റുഡന്റും സ്റ്റേറ്റും ക്ലാസ് ടോപ്പറും ഡെഡ്ലി കോമ്പിനേഷൻ ജയിച്ചു. ബ്രോക്ക് 3 ഇഡ്ഡലി എനിക്ക് 3 ഇഡ്ഡലി. ഇല്ല, ബ്രോക്ക് നല്ല കിടില ഒരാളായിട്ട് വന്നതാണ്. അല്ല ഇവനെ അറിയാം, നമുക്ക് പിന്നെ ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ സാറേ. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ബിയോണ്ട് ദ വെയിൽ. What is the meaning of veil, bro? സൂര്യപ്രകാശോ? പർദ്ദക്ക് എന്താ പാട്ടുള്ള തൊപ്പി ഉണ്ടോ? ഞാൻ കൈവക്കി പറയാൻ പോവാ. ഇതൊക്കെ എന്ത് ആരാ പറഞ്ഞ CBSE ആണ്? CBSE ഒക്കെ ടോപ്പാ. ഇനി സത്യം പറയട്ടെ, ഞാൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അറിയോ? അപ്പൊ CBSE പഠിച്ചെന്ന് പറഞ്ഞ കള്ള ഞാൻ കള്ളനാ. ഞാൻ ഇത് സംബന്ധിച്ച് കള്ളനാ. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എന്നെ നീ പഠിക്കാനാ പോയാ എന്നെ പോലെ തന്നെ. അല്ലേ തുറമുഖം പോയി. അത് ബാക്ക് വാട്ടർ ആയിരുന്നു. ഓ, ഇത് ബ്ലാക്ക് ആണോ? അയ്യേ, ഞാൻ ബാക്ക് വാട്ടർ വെള്ളം. ബാക്ക് വാട്ടേഴ്സ് എന്താ ശരിക്കും? കറുത്ത വെള്ളം. ബാക്ക് വാട്ടേഴ്സ് പറഞ്ഞിട്ട് പറ. നമ്മുടെ കയ്യിലെ ശരിയാ. എടാ ബാക്ക് വാട്ടർ ബ്ലാക്ക് വാട്ടർ അല്ലേ? ബ്ലാക്കാ, കറുപ്പ്, വെള്ളം, ജലം. കുട്ടനാട് കുട്ടനാടോ? ജലം, കറുജലം, വെള്ളം, കറുത്ത വെള്ളം, ഇരുവെള്ളം, കറുവെള്ളം, കുറുവെള്ളം, കറിയിലെ വെള്ളം, കറുത്ത വെള്ളം, കറുപ്പെന്ന് വെച്ചാ കറുപ്പ്, കറുത്ത വെള്ളം, കറുവെള്ളം, കുറുപ്പ്, പെണ്ണാളെ കണ്ണാളെ കള്ളാണേ കാറ്റ് ഹേ കാറ്റ് ചാടി നടക്കണ പുൽച്ചാടി ഞാനും ചാടി നിങ്ങൾ മലയാളം ഇംഗ്ലീഷേ പറഞ്ഞുള്ളൂ. പോട്ടെ, നെക്സ്റ്റ് വൺ അടുത്ത പഠിച്ചോളാം. ടീമാറ്റി കൊന്നു എന്റെ പൊന്നോ കൊടുക്കത്താ പിന്നെ എന്ത് ചിലപ്പോ പറയാൻ പറ്റില്ല. അത് തന്നെ വരവേൽപ്പ് അല്ല. സ്വാഗതമാണോ? അല്ല, നിങ്ങളുടെ ഡൗട്ട് മാറിയില്ലേ? എന്റെ മൈൻഡിന്റെ ഒരു സാധനം കൂടെ ഉണ്ട്. എന്നാ പറയണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞോ. ആഗതൻ. വരവേൽപ്പ്. എടീ നമ്മൾ കറക്കി കുത്തിയില്ലേ, അത് കിട്ടിയിട്ടാ. പുലിമുരുകൻ. ഞാൻ ഇരുമുഖനൊക്കെ ആലോചിച്ചു. വിക്രമിന്റെ പടം. അർത്ഥം ചോദിക്കാം. അതിന് ഡൗട്ട് ഉണ്ട്, അതെങ്ങനെ വിളിച്ചാലോ? ആ ഡൗട്ട് പറ, അതിന്റെ ഡൗട്ട് മീനിങ് പറ. പിടിച്ചാലോ? പിടിച്ചു നോക്കാം. മണിച്ചിത്രത്താഴാണോ?
മണിച്ചിത്രം. ശരി, വേറെ പോട്ട് അങ്ങനെ ഇല്ല. താജിലൊക്കെ. ഓ നമ്മൾ നിങ്ങൾക്ക് കയറി ഒരു 5 അല്ലെങ്കിൽ 10 പോയിന്റ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് നമ്മൾ ആ, വരാം. അത് മതി, അത് മതി. അല്ലല്ല, അതാകുമ്പോ കാണുന്ന അവർക്ക് നല്ല രസമായിരിക്കും അല്ലേ? മൂന്നല്ലേ? 3 പോയിന്റ്. 5 ആവട്ടെ, എന്നിട്ട് പിടി. അവർ രണ്ടും സമ്മതിച്ചാണ്. ഒരു 5 ആവട്ടെ. ഓക്കെ, 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 ശരി, ശരി. അത് നമ്മളെ ട്രിക്ക് ആക്കാൻ ഗ്രാഫ് നോക്കാനാ മനസ്സിലായില്ലേ? ഇതിന്റെ കോൺഫിഡൻസ് അല്ല അഹങ്കാരം. റിച്വൽ ബാത്ത്. റിച്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു സംഭവമാണ്. എന്തോ റിച്വലിന്റെ അർത്ഥം അങ്ങനെയാന്ന്. എന്തിട്ട് ഇപ്പൊ നമ്മള് കുറച്ച് ഭഗവാന്റെ കുളി അപ്പൊ അങ്ങനെയല്ല, കൊറേ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരു അടപ്പുമ്മ സ്ക്രൂ തന്നെ ഇടാൻ നിൽക്കി. അപ്പൊ അതിനെ ഒരു സാംസ്കാരികമായിട്ട് സംഭവം. അപ്പൊ അതിന് റിച്വൽ അത് ദൈവവുമായി ബന്ധപ്പെട്ടതായിരിക്കാം, ഇല്ലെങ്കിൽ എന്താ പറയാ നമ്മള് കൾച്ചറലായിട്ട് വരണം എങ്കിൽ മാത്രമേ അത് റിച്വൽ ആയിട്ട് മാറുള്ളൂ. കൾച്ചർ ആയാലും റിലീജിയൻ ചെയ്തു വരാൻ പൂജകളായിട്ട് ചെയ്തൊരു സാധനമാണ് റിച്വൽ. മാത്രമല്ല ഇപ്പൊ ദൈവത്തിനോട് ചെയ്യുന്ന ഒരു പൂജ ഒരു റിച്വലാണ്. തന്നെ മോഹൻലാലിന്റെ പടമാണ്. ഈ പടം ഇറങ്ങിയതോടെ ഒരാള് ഭയങ്കര പോപ്പുലർ ആയി. ഒരു കോമൺ മാൻ, PhD ഒക്കെ ഉള്ള ഒരു കോമൺ മാൻ പോപ്പുലർ ആയി പെട്ടെന്നൊരു ദിവസം. ഈ പടം എങ്ങനെയുണ്ട്? 20 പോയി കഴിഞ്ഞു. നരസിംഹം. ഓ ഞാൻ പറയാം, എനിക്കും ഇങ്ങനെ കിടക്കും എന്നാ സിംഹം. ആട്ടോ എനിക്കൊരു പേര് ഡൗട്ട് ഉണ്ട്. ക്ലൂ തന്നെ ശിവൻ ചെയ്യുന്നത് എന്താണ്? ശിവൻ നൃത്തം വെക്കുന്നതിന് എന്തെന്നാണ് പറയുന്നത്? എനിക്കറിയാം, എനിക്ക് മനസ്സിലായി. പറഞ്ഞെന്താ? അതുപോലത്തെ ഒരു ആട്ടാണോ? ഓക്കെ, അതാണ് പടം ഉണ്ട്. താണ്ഡവം. അത് ചെവി പറഞ്ഞ് മൈക്കി പറഞ്ഞിട്ടുണ്ടേ. ജിങ്കിൾ. ജിങ്കിൾ എന്നാണോ? ആ എനിക്കറിയാം. ആ കിലുക്കം. ഞാനാ പറയാൻ വന്നേ. ഓടും കുതിര ചാടി ചാടും. കുതിര. ശ്ശെ, എനിക്കറിയാം. എടാ ആരെയും കൈവക്കി പറയേ. എടാ അവൻ അതിനുമ്പ് കൈവക്കി. ആകാശദൂത്. ഓ അതല്ല ആ ഇങ്ങോട്ടേക്ക്. ദേവദൂതൻ. അതെന്നെ പറഞ്ഞ മഞ്ഞിൽ വിരിഞ്ഞപ്പോ. ഞാൻ പറയാം. എടാ താനിക്ക് ഇത് ഉത്തരം പറഞ്ഞതിന് ശേഷം ഞാൻ പറയാൻ വന്നത് എനിക്കറിയാം. ഇത് പറയരുത്. ആരെയും എനിക്ക് കൈവക്കി പറയും. അയ്യോ, ഞാൻ ബ്രോയെ കൂട്ടി അഭിനയിച്ചു. ഞാൻ പറയാൻ വന്നിരുന്നു. അയ്യോ ഞാൻ ഓർത്തായിരുന്നു. എന്ത് അഭിനയം ഇത്? നീ എപ്പോഴും കാണിക്കുന്ന സാധനം എപ്പോഴും ഈ സാധനം ഇത് ബ്രോ ഇറക്കുന്നുണ്ട്. Shut up. Bro, കാര്യം നോക്ക് ബ്രോ. ഞാൻ എന്റെ ടീം എനിക്ക് ഞങ്ങൾ പറഞ്ഞത് കാണിക്കാം. തന്റെ കാര്യം നോക്കാം. ബ്രോ നെക്സ്റ്റ് എനിക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. എന്താണിത്? അവൻ അങ്ങനെ അവനതാ കണ്ട ജയിക്കാൻ പറ്റും. ഇനി ജയിക്കാൻ പറ്റുമോ? ഇനി ജയിക്കാൻ പറ്റും. വിട്ടേനോ? രണ്ടോടും മിണ്ടായിരിക്കാം. അന്നൊരു കാര്യം ഞങ്ങൾ വിട്ട് നിങ്ങൾ പറ. വിട്ടെങ്കിൽ പോകാം. നമ്മൾ രണ്ടോട് പറയില്ലെന്ന് പറഞ്ഞു. നീ രണ്ടോട് പറയത്തില്ല. ആരോട് വെച്ചിട്ട് നമ്മൾ രണ്ടോണ്ട് ഇനി പറയുന്നില്ല. അവർ വിട്ടേ. ക്ലൂ തന്നെ. അവർ 2 റൗണ്ടിൽ പറയത്തില്ലെന്ന് പറഞ്ഞേ. നിങ്ങളല്ല പറഞ്ഞേ. എന്റെ ഇഷ്ടം. നിലപാടിന് ഉറച്ചു നിലപാടില്ലാത്തവൻ. ഒരു മറവിയുമായി ബന്ധപ്പെട്ട സിനിമ. അവിടെ കേൾക്കാറാ. അത് തന്നെയാ അതല്ല എന്റെ ഒരു ഡൗട്ട് പറഞ്ഞോ. കിഷ്കിണ്ട കണ്ടാണോ? അതാ പറഞ്ഞത്. അതല്ല അതാണ് ആ പടം. അതല്ല പടം. അതാണ് ആ പടം. അതല്ല പടം. അതാണ് ആ പടം. ബെറ്റൊക്കെയാണ്. ഈ എനിക്ക് ഇന്ന് ഫീസ് മൊത്തം തരാൻ പറ്റുമോ? ഇല്ല പറ്റത്തില്ല. അപ്പൊ പിന്നെ ബെറ്റ് അത് ആ പടമാണ് അത്. അന്ന് എനിക്കൊരു 36 തരും. ഇല്ല ക്യാഷ് എന്തെങ്കിലും ബ്രോ ബെറ്റ് ഉണ്ട്. അതല്ല ഞാനില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. അല്ലെങ്കിൽ നമ്മുടെ അവസരമല്ലേ ആ രസതന്ത്രം. എന്ത് കഷ്ടമാണ് അത്. കെമിസ്ട്രിന്നാ. അതല്ല നീ പറയണ പടവോ ഞാൻ പറഞ്ഞ പടവോ അത് അല്ല. ഈ രസതന്ത്രത്തിനകത്തല്ലേ മോഹൻലാൽ മറവിയുള്ള അസുഖമാണല്ലോ അത്. നിന്റെ അടുത്ത് തൊലി എന്നല്ല ഞാൻ അവിടെ എത്ര പറഞ്ഞോണ്ടിരുന്നായിരുന്നേ. മറക്കണ പടം. രാഷ്ട്രപടല്ല അതെനിക്ക് അറിയില്ല. അതല്ല അവിടെ ചോദിച്ചത്. പഴയ പടം. പഴയ പടാണോ? യോധല്ല മണ്ടമാരെ മോഹൻലാൽ അൽഷിമസ് വന്നിട്ട് മറക്കണ പടം. അറിയാവോ? എന്റെ പടം അറിയാവോ? മോഹൻലാൽ അൽച്ചി പൈസ ഒന്നുമില്ല. വേറെ ഏതെങ്കിലും പടാലില്ല. അല്ല ഞങ്ങളെ വിട്ട്. കേട്ടാ ലാസ്റ്റ് ക്ലൂ കേട്ടോ. തന്റെ മാത്രമായിട്ടുള്ള ഒരു സംഭവം. മെമ്മറീസ് അല്ല. മെമ്മറീസ് എങ്ങനെയാണ് ഇത്? ഇതിന് മറവിയായിട്ട് ബന്ധപ്പെട്ടെന്നല്ലേ പറഞ്ഞേ. ഓർമ്മകളല്ലേ മറന്നു പോകുന്നു. തന്മാത്ര. അതല്ലേ ഞാൻ എടുത്ത് പറഞ്ഞത്. രസതന്ത്രം അല്ലാട്ടാ. ആ ഹൃദയപൂർവ്വം. അതൊക്കെ അറിയാലേ. 10
കൺഗ്രാറ്റ്സ്. ആ ഓ ഞാൻ ഒന്ന് പറയട്ടെ. സാധ്യതയുണ്ട്. ബ്രഹ്മയുഗം. ഓഹോ അതെങ്ങനെയാണോ അത്? ഇവൻ ബ്രഹ്മ അതാ പറഞ്ഞ അപ്പൊ എനിക്ക് ബ്രഹ്മയുഗം കിട്ടി. പോയി എന്ത് ഓർമ്മിച്ച അതെന്താ പറഞ്ഞില്ലേ? റൂബിന്ന് പറഞ്ഞ മറ്റേ റൂബിയുടെ അർത്ഥം എന്താ? കല്ല്. അതൊന്നും പറയില്ല കൊണ്ടോ. അല്ല അതൊന്നും കാണിച്ചു, അത് കാണിച്ചേ. ആ രാജമാണിക്യം. അഞ്ച് പോയിന്റ് കൂടെ പെട്ടെന്ന് ഇട്ട് നോക്കാം. 5 പോയിന്റ് കൂടെ. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. സ്കെച്ച് എന്ന് വെച്ചാ ചിത്രം പറയാം. അല്ല ചിത്രം പറയല്ലേ. അതാ ചിത്രത്തിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? സ്കെച്ച് ഒന്നും വരില്ല. എന്തായാലും പറ്റില്ല. എന്താ സ്കെച്ച് എടുക്കാന്ന് പറയുമ്പോ എന്താ എടുക്കാന്ന് പറയാ? ബുക്ക് എടുക്കാം. സ്കെച്ച് ചെയ്യാന്ന് പറഞ്ഞ ചിത്രം വരയ്ക്കാം. ചിത്രം വരയ്ക്കല്ല, അതല്ലാതെ ഒരു സാധനം ഉണ്ട്. പറയടാ വേറെ ഒന്നും ഇല്ലല്ലോ. വേറെ എന്ത് പറയാനാ? ചിത്രോ എന്താ പറഞ്ഞ? ചിത്രം കുറിപ്പ്. അതെങ്ങനെയാ മണ്ടാക്ക് സ്കെച്ച് വെച്ച കുറിപ്പ് അവിടെ കുറിപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ടാണ്. ഞങ്ങളെ കുറിപ്പൊക്കെ സ്കെച്ച് ഇട്ടായിരുന്നു. ഞാൻ പോടാ കൊമ്മന്റെ ആയിരുന്നു. അടുത്ത ക്ലൂ. ഒരു കുറ്റവാളിയുടെ മുഖം വരയ്ക്കുന്നു ഞാൻ. സിനിമയിലാണ് രേഖാചിത്രം. ഉദ്ദേശിച്ചത് ചിത്രം. അതാ ഞാൻ ചിത്രം എന്ന് പറഞ്ഞോണ്ടിരുന്നേ. The land of outlaws. The land of ചട്ടമ്പിനാട്. ഓ ഔട്ട്ലോ. ആലോചിച്ചു നാട്. കിരീടം. അയ്യോ ഉണ്ട് പറഞ്ഞു. എനിക്കറിയത്തില്ല. സാമ്രാജ്യം ആണ്. ഓക്കെ. വലിയായിട്ട്. സോളോ പെർഫോമൻസ് അത് വെച്ചുള്ള പടത്തിലേക്ക്. തനിയെ വർത്തമാനം പറയുന്നവർ. ഞാൻ ചുമ്മാ പറഞ്ഞോട്ടെ. എന്ത് തനി ആവർത്തനം. കറക്റ്റല്ലേ? തനി ആവർത്തനം അത് വെച്ച് കൂട്ടി വയ്ക്കാൻ പറഞ്ഞു. തനിയായിട്ട് തനി ആവർത്തനം. വേട്ട 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 വേട്ട. അപ്പൊ അവിടെ പോയി പറഞ്ഞോ. നരിവേട്ട. അല്ല ഓക്കെ അത് വേറെ. മൃഗയ. അത് തന്നെ ആലോചന. അപ്പൊ ഈ ഹണ്ട് ആരെയൊക്കെ ചെയ്യാമോ? മൃഗം. ഞാനാ കൈവയ്ക്കേ. ഞാൻ തിളക്കം. ഓക്കെ. 14, 9. നെക്സ്റ്റ് വൺ. കല്യാണരാമൻ. 10. നമ്മളെ വിട്ടു കൊടുത്തേ. നീ എന്താ പറയാത്ത നോക്കിയിരിക്കാ? പറയട്ടെ അവരെ ജയിക്കുന്നു പ്രതീക്ഷിക്കട്ടെ. രണ്ടുപേരും പറഞ്ഞില്ല. ക്ലൂ ഉണ്ടോ? കുംഭകർണൻ. കുംഭകർണന് കൂടെ എന്നിട്ട് ഒരാളും കൂടി ഇല്ല. ആരാ? ആ ദൈവത്തിന്റെ പേര് കർണൻ. അത് ഞാൻ പറയാം. കുബേരനാണോ? അല്ല സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഡൗട്ട് ഉണ്ട്. കാരണം ധനത്തിന്റെ ദൈവം എന്ന് പറയുന്നത് കുബേരനാണ്. 11 മായാമോഹിനി. വയവൂരി ഞാൻ കണ്ടോ? മോഹിനി അവസാനം ആറ്റ വെച്ച് ഈ പറഞ്ഞ ആള് എടേ ജക്കു കാര്യസ്ഥ. 12, 16. ആക്ച്വലി ബ്രോ ആണല്ലോ എല്ലാം പറയുന്നത്. എടാ അവനെ തളത്തല്ല. എനിക്ക് ഞങ്ങൾ കളിക്കുന്നൊന്നുമല്ല. മഴത്തുള്ളി കിട്ടും. മഴത്തുള്ളി കിളിക്കും. അതെ 6 വിട്ട് അവരുടെ പട്ടാളം. അല്ല യോധാവ്. അല്ല യോധ. അല്ല മൂഞ്ചി. പട്ടാളം. ഞാനതെല്ലാം പറഞ്ഞേ. ആർമി ഓഫീസർ വിക്രം സാർ. ഇങ്ങടി പട്ടാളം. പട്ടാളം. ഇതും കൂടി വരണ കണ്ടാന്ന് പറയില്ലേ? ഒരു കൂട്ടാൾക്കാർ ഇങ്ങോട്ട് വരുമ്പോ ഒരു ഇതായിട്ട് ഞാൻ പറയട്ടെ. പട്ടാളം. എടാ അതല്ലൂടെ നേരത്തെ ഒരു പട്ടാളം കൂട്ടം വരുന്നല്ലേ പറയുന്നത്. ഞാൻ പട്ടാളമല്ല. അവിടെ പട്ടാളം പറഞ്ഞു. ഞാൻ പട്ടാളം പറഞ്ഞു. താൻ വീണ്ടും ഞാനും കൂടി പട്ടാളം. അല്ല പട്ടാളം അല്ലെന്ന് വെച്ചേ. കൈ പൊക്കിയിട്ട് പട്ടാളം പറഞ്ഞത് കേട്ടില്ല. എനിക്ക് കിട്ടി. ഞങ്ങൾ പറഞ്ഞോട്ടെ. നമ്മുടെ പറയട്ടെ. നമ്മുടെ ചാൻസ്. ഞാൻ പറയട്ടെ. പടക്കളം.
ഞങ്ങളാ പറയേണ്ടത്. ഞാൻ അല്ല വിട്ടെന്നാ പറഞ്ഞ ഞാൻ പറഞ്ഞു നമ്മളെ വിട്ടെന്ന് പറഞ്ഞല്ല. ജക്ക് പറഞ്ഞു അങ്ങനെയല്ല നമ്മളെ വിട്ടൂന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഇല്ലടാ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണല്ലേ. അതല്ലേ ഞങ്ങൾ പറയും. എന്തേലും കാണിക്കും അയച്ച് വിട്ടെന്ന് പറഞ്ഞാണ് ഞാൻ പറഞ്ഞത്. ആര് വിട്ടുന്നോ? ഞാൻ കഴിഞ്ഞിട്ട് വിട്ടത് പറയാന്ന് പറഞ്ഞോണ്ട് ഞാൻ കൈവയ്ക്കും. ഞങ്ങൾ വിട്ടില്ല. ഞാനല്ല പറയേണ്ടത്. അല്ല ഇയാള് പറഞ്ഞിട്ട് ആ വിട്ടു പറയാൻ പറഞ്ഞു. നോക്കേണ്ടത്. പിള്ളേർക്ക് കൊടുത്തേക്ക് നമ്മളെ വിട്ട് ആ, പറയാം. പറഞ്ഞു വടക്കളം അല്ല. അളിഞ്ഞ് മുഖം കാണിച്ചു മുഖം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. പാടിപ്പടാ ആണോന്നല്ല ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചത്. അവിടെ ഒരു മൊണ്ണയുണ്ട് പേടിക്കണ്ട. ആന്ന് പറഞ്ഞപ്പോ കാമ കൈപ്പൊക്കെ പറഞ്ഞു. അത് അങ്ങനെ ഒരു ചൊട്ട വിട്ടാ ഇല്ല എനിക്കറിയത്തില്ല. അതെനിക്ക് കൂട്ടമാണോ? കൂട്ടം പാടാ. പാടാ. കൊള്ളാം മനസ്സിലായി. സത്യം അല്ല. ശരി. ഓ ശരി. നീ കേട്ടത് ശരിയാ. ഉത്തരം 1 2 3 അതന്നെ പറഞ്ഞു ഉത്തരം ഒന്ന്. ട്രൂത്തിന്റെ മീനിങ് ഉത്തരം. അല്ല ഞാൻ രൂപം പറഞ്ഞത് എനിക്ക് വേറെ അറിയത്തില്ല. ട്രൂത്തിന്റെ മീനിങ് അറിയാം. സത്യം. ട്രൂത്ത് ശരി. സുന്ദര. പിന്നെ ടിക്കറ്റ് മീനിങ് എന്തുവാ? ശരി ശരി. സത്യമാണ്. ഞാൻ പറയട്ടെ സത്യം. ട്രൂത്ത് എന്ന് പറയുമ്പോ സത്യം. വിട്ടോ പ്ലീസ് അവിടെ ചോദിക്കും വിട്ടോ. പറഞ്ഞോ. ഇല്ല പോടാ. പറയട്ടെ പറയട്ടെ. ഇല്ല നീ പറയല്ലേ അവര് വിട്ടെന്ന് പറയട്ടെ. ഇല്ല ഇനി ക്രൂ പറഞ്ഞു വരുത്. അല്ലാണ്ട് കണ്ടമാര് പറഞ്ഞ കേട്ട കാര്യമില്ല. നെക്സ്റ്റ് വൺ പറയട്ടെ. നേര്. ശരിയാ നീ കേട്ടത് ശരിയാ. 20 കൊടുത്തില്ലല്ലോ. അങ്ങനെ 19 12 13 നമ്മള് കേറിയില്ലേ 5 6 അല്ലല്ലോ നമ്മൾ അടിച്ച് ഞാൻ കണ്ടൊക്കെയാണ് 20 കൊടുത്തില്ലല്ലോ. 13 നിങ്ങൾ നല്ലപോലെ കളിച്ചു. അടിപൊളി. നമ്മൾ എന്തൊരു കമ്പാക്ക് അടിച്ചോ. അപ്പൊ എന്തായാലും ഈ റൗണ്ടില് ജയിച്ചിരിക്കുന്നത് ഞാനും ചെക്കുമാണ്. അപ്പോ നിങ്ങൾ പഠിക്കാൻ ടാബ് എടുത്താ മറ്റേ പൊടി തരാം. പൊടി പൊടിയും തരാടാ. പൊടി അല്ല എനിക്ക് അവിടെ തനിക്ക് ഉളുപ്പുണ്ട്. അവിടെ തന്നെ കൊടുക്കാം. അവര് തിന്നാ മോങ്ങ മുണങ്ങി. അതൊന്നുമല്ല. ഈ ചലഞ്ചിനപ്പുറം നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളതല്ലേ. കാര്യം പറയട്ടെ. എന്റെ പയ്യൻ എന്തിനു കുറവന് വട്ടായടാ. ഇവനെന്താടാ ഞാനാണ് സാന്താക്ലോസ് പിസ്സ കഴിക്കുന്നതാണ്. സാന്താക്ലോസ് എക്സ് മാവേലി എക്സ് പുൽക്കലി എല്ലാം സീസൺ അനുസരിച്ച് ക്രോസ സീസൺ ക്രോസ്. ഞാൻ പറ്റേ ബോഡി ഷേമിങ് കാർഡ് തന്നെ ക്രൂ പുതിയ കാർഡൊക്കെ ഇറക്കിയിട്ടുണ്ട്. ബോഡി ഷേമിങ് കാർഡൊക്കെ ഇറക്കിയിട്ടുണ്ട്. അത് ഇവർ ഇറക്കുമ്പോൾ വലിയ കാർഡ്, നമ്മൾ ഇറക്കുമ്പോൾ കാർഡല്ല. എനിക്ക് നല്ല സങ്കടം ഉണ്ടല്ലേ. ഇല്ല എനിക്കൊന്ന് സങ്കടം. ഞാനൊക്കെ നോക്കുമ്പോഴേ ജക്ടറൊക്കെ മ്യൂട്ടായിരിക്കുന്നു. അത് കഴിച്ചോണ്ടിരിക്കും. പിന്നെ പറയണം അതൊക്കെ പറയണം. അതെന്ത് വായില്ലേ ബ്രോയ്ക്ക്. ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ചന്ദ്രൻ ജക്ടർ ചന്ദ്രൻ എല്ലാം ചന്ദ്രൻ ഫാമിലി. ഞാൻ പറയട്ടെ ഇത് ജക്ടറിന് പെരുകം ഒരുപോലെ ഇരിക്കുന്നില്ലേ? അല്ല ജക്ടറിന് ഗ്രാഫ് തരും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ ബൈ.